ഹേ ഗായ്സ്, ഡൽഹിയിലാണുള്ളത്. ഇന്ന് നമ്മൾ ലോട്ടസ് ടെമ്പിൾ അതുപോലെ മാർക്കറ്റൊക്കെ കവർ ചെയ്യാനാണ് പോകുന്നത്. അയാൻഷ്, ഗുഡ് മോർണിംഗ് बोलो. गुड मॉर्निंग. गुड मॉर्निंग गाइस. गुड मॉर्निंग गाइस. ओके, कुछ बोलना है? Yes. Back to my channel and this is Delhi. Okay guys. Delhi. See you guys. Bye bye. Okay. അയാൻഷ്, ബൈ ബൈ. Bye. ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിളിന്റെ മുന്നിലാണുള്ളത്. നമുക്ക് നോക്കിയാൽ കാണാം, ഒരുപാട് ടൂറിസ്റ്റേഴ്സ് നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ, വേറെ രസമാണ്. ഈ താമര ഷേപ്പിലുള്ള ടെമ്പിൾ കാണാൻ. ഇതിന്റെ ചുറ്റിലും നല്ല പോലെ ഗാർഡൻ ചെയ്ത് വെച്ചിട്ടാണ്. ബ്യൂട്ടിഫുൾ ഗാർഡൻ ആണ് കണ്ടോ, ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് വേറെ ഒരു രസമാണ് കാണാൻ. ബാഹ ഹൗസ് ഓഫ് വേർഷിപ്പ്. ഏത് മതത്തിലുള്ള ആളുകൾക്ക് ഇവിടെ വന്ന് പ്രാർത്ഥന ചെയ്യുക എന്നതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. ഇവിടുന്ന് നമ്മൾ ടെമ്പിളിലേക്ക് കയറാൻ നമ്മളെ ഷൂ ഒക്കെ അയച്ചു വെക്കണം. സഞ്ചി എടുത്തിട്ട് അതിൽ നമ്മൾ ചെരുപ്പ് വെച്ചിട്ട് വേണം നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ. നമ്മൾ ഷൂ ഒക്കെ ഇതിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ പരവതാനി വിരിച്ചിട്ടുണ്ട്, അതിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. നമ്മുടെ ഷൂ ഇവിടെയാണ് വെക്കേണ്ടത്. അവിടുന്ന് ഒരു ടോക്കൺ തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ലോട്ടസ് ടെമ്പിളിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇവിടെ വലിയ ക്യൂ തന്നെ ഉണ്ടല്ലോ. ഇൻഫർമേഷൻ സെന്റർ. ഇവിടെ എല്ലാ ഭാഷയിലുള്ള ഇൻഫർമേഷനും ഉണ്ട് കണ്ടോ. ലോട്ടസ് ടെമ്പിളിന്റെ ഉള്ളിൽ നമുക്ക് ക്യാമറ അലൗഡ് അല്ല. ഉള്ളിൽ ഒരുപാട് ബെഞ്ച് ഇട്ടിട്ടാണുള്ളത്. നല്ലപോലെ എക്കോ ഉണ്ടായിരുന്നു. വേറൊരു പീസ്ഫുൾ ആണ്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നല്ലപോലെ എന്താ പറയുക, നല്ലപോലെ റിലാക്സ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ നോക്കിയാൽ കാണാൻ എല്ലാവരും ഫോട്ടോ എടുക്കേണ്ട തിരക്കിലാണുള്ളത്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാം. അതുപോലെ തന്നെ ഈ ഗാർഡനിലൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. ഉള്ളിൽ 1300 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് എതളുകൾ 27 എതളുകളാണ് ഉള്ളത്. വേറൊരു രസമാണ്. എന്തായാലും നിങ്ങൾ ഇവിടെ വന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. ഉള്ളിലിരുന്ന നല്ലപോലെ പീസ്ഫുൾ മൈൻഡായി. ഞാൻ എന്തായാലും ഇനി ഇവിടുന്ന് അട്ടാ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഇനി അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. കൽക്കഞ്ചി മന്ദിർ. നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷനിലെത്തി. ഇതാണ് ലോട്ടസ് ടെമ്പിളിലേക്കുള്ള ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ. നമ്മളിപ്പോൾ അട്ടാ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ കാണാം എല്ലാ സാധനങ്ങളും. ഒരു അടിപൊളി മാർക്കറ്റ് തന്നെയാണല്ലോ, കാണാൻ നല്ല രസമുണ്ട്. സൈഡിലൊക്കെ ഒരുപാട് ജീൻസും ഷർട്ടൊക്കെ വിൽക്കുന്നതാണ്. എല്ലാം ചെറിയ പൈസക്ക് നമുക്ക് കിട്ടും, അതാണ് സ്പെഷ്യാലിറ്റി. ഇവിടെ ടീഷർട്ടിനൊക്കെ 200 രൂപയുള്ളൂ. ഇവിടെ മൊത്തം ഉണ്ടാവും 300 രൂപയുടെ ഷർട്ട്. അതുപോലെ തന്നെ ഷൂ ആണ് ഈ സൈഡിലുള്ളത്. ഇതൊക്കെ 300, 350. നോയിഡ സെക്ടർ 18 മെട്രോ സ്റ്റേഷനാണ് കാണുന്നത്. അതിന് താഴെയാണ് ഈ കച്ചവടം ഉള്ളത്. ഇവിടെ നമുക്ക് 500 രൂപക്കൊക്കെ നല്ല ജാക്കറ്റ് കിട്ടും. നമ്മൾ ബാർഗൻ ചെയ്താൽ കുറയാനും സാധ്യത ഉണ്ട്. കണ്ടോ, ചെരുപ്പൊക്കെ കണ്ടോ. ഇങ്ങോട്ട് ലേഡീസ് ഐറ്റംസ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. ബാഗ്, ചെരുപ്പ്, അങ്ങനെയുള്ള ഐറ്റംസ്. ഇവിടെ നോക്കി കാണാം ഫോണിന്റെ കേസ്. ഈ ഒരു ഏരിയയിൽ കൂടുതലും ലേഡീസ് ഐറ്റംസ് ആണ് കാണുന്നത്. മെഹന്തി കണ്ടോ, മെഹന്തി ആർട്ടിസ്റ്റ് ഉണ്ട് ഇവിടെ. ഇതുപോലെയുള്ള കടകളും കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് മൊയ്ലാഞ്ചി ഇട്ട് തരും. ഈ ഒരു സൈഡ് കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആണ്. ആ മെയിൻ റോഡിലാണ് നല്ല പോലെ കച്ചവടം നടക്കുന്നത്. ഇവിടെ മെഹന്തി ആർട്ടിസ്റ്റ് ഒരുപാട് പേരുണ്ട് കണ്ടോ. അട്ടാ മാർക്കറ്റിന്റെ അടുത്തായിട്ട് ഒരുപാട് മാൾസും ഉണ്ട്. നമ്മളിപ്പോ ഒരു മാള് വിസിറ്റ് ചെയ്യാനാണ് പോകുന്നത്, GIP മാൾ. ഞാനിപ്പോ റോഡ് ക്രോസ് ചെയ്തതാണ് കണ്ടോ. ഇവിടെ എക്സ്കലേറ്റർ ഉണ്ട്. മുകളിലോട്ടുള്ളത് വർക്ക് ചെയ്യുന്നില്ല, താഴോട്ടേക്കുള്ളത് മാത്രം. ബിൽഡിംഗ് കാണാൻ നല്ല രസമില്ല. നടുവിൽ ഇങ്ങനെ ഒരു ഹോൾസ് ഉള്ളത് കൊണ്ട് ഒരു ഫ്രെയിം പോലെയുണ്ട്. ഇതാണ് മാളിന്റെ എൻട്രൻസ്. സൈഡിലുള്ള ഏരിയ ഒക്കെ കണ്ടോ, നല്ലപോലെ റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണ്. ഇവിടെ ഈ തുർക്കിഷ് ഐസ്ക്രീം ഉണ്ട്. ഇതെനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഇപ്പൊ എന്തായാലും പറ്റത്തില്ല. ഇവിടുത്തെ ഓഫർ ഉണ്ടോ, buy 2 get 5. ഓ മൈ ഗോഡ്. നമുക്ക് എന്തായാലും ടോപ്പിലൊന്ന് പോയി നോക്കാം. ഫുഡ് കോർട്ടും അതുപോലെ ഫിഷ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പോയി നോക്കാം. എന്തായാലും ഒരു മാളിന്റെ ഉള്ളിൽ ആദ്യമായിട്ടാണ് ഞാൻ കൈനോട്ടം കാണുന്നത്. ഇവിടുന്ന് ഇറങ്ങാം, വേറെ എവിടേക്കെങ്കിലും പോവാം. കാരണം ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞാൻ ഇവിടുത്തെ ഒരു പേരൊക്കെ വാങ്ങി 25 രൂപ. നല്ലപോലെ കട്ട് ചെയ്തിട്ട് ചാറ്റ് മസാല ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ഞാനിപ്പോൾ വേറൊരു മാളിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഇങ്ങനെ മാളൊക്കെ വിസിറ്റ് ചെയ്യാം, അതുപോലെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം, അതും നടത്താം. ഞാനെന്തായാലും മാളിൽ നിന്ന് ഇറങ്ങി. മാളിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും കാണിച്ചു തരാനൊന്നും ഇല്ലല്ലോ. ഇവിടെ നോക്കി നല്ല മൂടൽ പിടിച്ചിട്ടാണ് ഉള്ളത്. ഇപ്പോൾ സമയം 5:30 നല്ലപോലെ തണുത്ത കാറ്റടിക്കുന്നുണ്ട് ഇവിടെ. ഞാനിപ്പോൾ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തെത്തി. ഇവിടെ നല്ല തണുപ്പായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ എന്നറിയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. See you guys. Bye bye.